ഇറാൻ മാറുന്നുണ്ടോ? ലോകം മുഴുവൻ ഉയരുന്ന ചോദ്യം ഇതാണ്. മുൻ പ്രസിഡന്റ് റൈസിയുടെ മരണം ഇസ്രായേൽ ചാരന്മാർ നടത്തിയ കൊലപാതകമാണെന്ന സൂചന വന്നു. ഹമാസ് മേധാവിയായിരുന്ന ഇസ്മയിൽ ഹനിയ ഇറാൻ്റെ മണ്ണിൽ കൊല്ലപ്പെട്ടു. ഒരു രാജ്യത്തിൻ്റെ അഭിമാനത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു അത്. ഇറാൻ എന്നല്ല, ഒരു രാജ്യവും അതിൽ ക്ഷമിക്കില്ല. ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിൻ്റെ പങ്ക് വ്യക്തമാണ്. സംഭവത്തിൽ ഇസ്രായേലിൻ്റെ മൗനം സമ്മതമായി തന്നെയാണ് ലോകം കാണുന്നത്. എന്നാൽ അതിനേക്കാളേറെ ലോകത്തെ അമ്പരപ്പിക്കുന്നത് ഇറാൻ്റെ സമീപനമാണ്. പതിവ് പോലെ വൈകാരികമായി തന്നെയാണ് ഹനിയയുടെ മരണം നടന്ന ആദ്യ മണിക്കൂറുകളിൽ ഇറാൻ പ്രതികരിച്ചത്. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഇതിന് മറുപടി നൽകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചില്ല. അതിൻ്റെ അമ്പരപ്പും ആശങ്കയും ഇസ്രായേലിനുണ്ടെന്ന് വ്യക്തം. ഗസയിൽ വെടിനിർത്തലിന് തിരക്കിട്ട് സമ്മതം മൂളിയതിൻ്റെ കാരണം ഇതാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ആക്രമണവും പ്രതീക്ഷിച്ചിരിക്കുക, അതിഭീകരമായ അവസ്ഥയാണത്. ഇറാൻ്റെ മൗനം ഇസ്രായേലിന് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. പ്രഖ്യാപനത്തിൽ മാത്രമായി ഇറാൻ്റെ യുദ്ധം ഒതുങ്ങിയെന്ന ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇറാനിൽ നിന്ന് നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നത്. പരിഷ്കരണവാദിയായ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ്റെ നേതൃത്വത്തിൽ പുതിയ പരിഷ്കാരങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഇറാൻ. മാറ്റങ്ങളുടെ ഭാഗമായി മുഴുവൻ ക്യാബിനറ്റ് അംഗങ്ങളെയും പ്രസിഡന്റിന് തിരഞ്ഞെടുക്കാനുള്ള പരമാധികാരം നൽകിയിരിക്കുകയാണ് ഇറാൻ പാർലമെൻറ്റ്. 2001 ശേഷം ആദ്യമായാണ് ക്യാബിനറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ പ്രസിഡന്റിന് പരമാധികാരം ലഭിക്കുന്നത്. ഇതിനുശേഷം അംഗങ്ങളുടെ പിന്തുണയോടെ ഇസ്രായേലിനെതിരെ ശക്തമായ യുദ്ധമുണ്ടാകുമെന്നാണ് വാർത്തകൾ. 19 പേരടങ്ങുന്ന ക്യാബിനറ്റ് അംഗങ്ങളെയാണ് ഇറാൻ പ്രസിഡന്റ് പുതുതായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇറാൻ്റെ പുതിയ വിദേശകാര്യമന്ത്രിയാകുന്ന തൊഴിൽ നയതന്ത്രജ്ഞൻ അബ്ബാസ് അരാഗ്ചി ഉൾപ്പെടെയുള്ള എല്ലാ ക്യാബിനറ്റ് അംഗങ്ങൾക്കും വോട്ടെടുപ്പിൽ ഇറാൻ പാർലമെൻറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. കൂടുതൽ അധികാരങ്ങളോടെ പ്രസിഡന്റ് സ്ഥാനത്ത് മസൂദ് പെസഷ്കിയാൻ എത്തുന്നതോടെ ഇറാനിൽ നിലവിലുള്ള കടുത്ത മത നിയമങ്ങൾക്ക് ലഘൂകരണം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ആണവ കരാറുമായി ബന്ധപ്പെട്ട് US-ഉമായുള്ള ഇറാനിയൻ ചർച്ചകൾക്ക് മേൽനോട്ടം വഹിച്ച നയതന്ത്രജ്ഞനാണ് ഇറാൻ്റെ പുതിയ വിദേശകാര്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്ന അബ്ബാസ് അരാഗ്ചി. 2018 അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ കരാറിൽ നിന്ന് പിൻവലിക്കുകയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് തൻ്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പെസഷ്കിയൻ ഇറാനിയൻ ജനതയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു. സംഘർഷങ്ങളുടെ വളരെ നീണ്ട ചരിത്രമാണ് പശ്ചിമേഷ്യയ്ക്കെന്നും പറയാനുള്ളത്. യുദ്ധങ്ങളും ആക്രമണങ്ങളും രക്തച്ചൊരിച്ചിലുകളും ആ മണ്ണിന് അപരിചിതമല്ല. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 മുതൽ ഗസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ പശ്ചിമേഷ്യയെ വീണ്ടും ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഭാഗമാകുന്നതോടെ പശ്ചിമേഷ്യയുടെ ഭാവിയെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കകളും ഉയരുന്നുണ്ട്. സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ മേഖലയെ കൂടുതൽ കലുഷിതമാക്കിയിട്ടുണ്ട്. നേരത്തെ നടന്ന ആക്രമണത്തിൽ ഇറാനിയൻ ഖുർസ് ഫോഴ്സ് കമാൻഡർ ജനറൽ മുഹമ്മദ് റൈസ സഹേദി അടക്കമുള്ള പ്രമുഖർ കൊല്ലപ്പെട്ടിരുന്നു. 2020 ജനുവരിയിൽ ഖുർസ് ഫോഴ്സ് കമാൻഡർ മേജർ ജനറൽ ഹാസിം സുലൈമാനിയെ ഇറാഖിൽ US കൊലപ്പെടുത്തിയ ശേഷം ഉന്നത റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൂടി വകവരുത്തിയിരിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ കോൺസുലേറ്റിന് നേർക്കുള്ള ആക്രമണം അതിൻ്റെ പരമാധികാര ഭൂമിക്ക് നേരെയുള്ള ആക്രമണമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനാൽ വിഷയം മറ്റൊരു സംഘർഷത്തിന് തുടക്കമിടും. ആക്രമണത്തിന് ഇസ്രായേൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ ഈ നീക്കം പശ്ചിമേഷ്യയെ കൂടുതൽ അപകടത്തിലേക്കാണ് തള്ളിവിടുന്നത്. ഇസ്രായേലിനും അടുത്ത സഖ്യകക്ഷിയായ US-നും നേരെ പ്രത്യാക്രമണങ്ങൾ നടത്താനാണ് ഇറാൻ്റെ തീരുമാനമെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളാകും വിളിച്ചു വരുത്തുക. ഇറാനെ ഇസ്രായേൽ നിരന്തരം പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും ഇസ്രായേൽ പയറ്റിയ തന്ത്രമാണിത്. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ മറ്റൊരു രാജ്യത്ത് വെച്ച് അപ്രതീക്ഷിതമായി ആക്രമിക്കുക, ഇതെല്ലാം ഇസ്രായേൽ പയറ്റുന്ന തന്ത്രങ്ങളാണ്. ഹനിയുടെ കാര്യത്തിലും സംഭവിച്ചത് ഇതാണ്. ഇതേ തന്ത്രം ഇറാൻ പ്രയോഗിച്ചേക്കുമെന്ന സൂചനയാണ് വരുന്നത്. എന്നാൽ എടുത്തു ചാടിയൊരു ആക്രമണത്തിന് ഇറാൻ തയ്യാറാവാത്തത് അങ്ങനെ വന്നാൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെല്ലാം ഒത്തുകൂടി ഉപരോധം ഉൾപ്പെടെ ഏർപ്പെടുത്തി ഇറാനെ തകർക്കും. ഇത്തരം സംഭവങ്ങളിലൂടെ നിരവധി തവണ ഇറാൻ കടന്നുപോയിട്ടുമുണ്ട്. നേരത്തെ ഇറാൻ ഭരിച്ച ഭരണാധികാരികളെ പോലെയല്ല പുതിയ പ്രസിഡന്റ് പെസഷ്കിയൻ. അതുതന്നെയാണ് ഇറാനുണ്ടായ നയമാറ്റത്തിന് കാരണവും. മുൻകാലങ്ങളിലെ തെറ്റുകൾ ഇനി ഇറാൻ ആവർത്തിക്കില്ലെന്ന് വ്യക്തം. എന്നാൽ ഇസ്രായേൽ സൂക്ഷിക്കണം, പകയുടെ കനലുകൾ കെട്ടിട്ടില്ല, അത് ആളിക്കത്തിക്കൊണ്ടേയിരിക്കുന്നു.